ശ്രീ വി ആർ അനൂപ്, ഇതിപ്പോൾ ശ്രീ ആർ വി ബാബു പറയുന്ന കാര്യങ്ങൾ, ആർ വി ബാബു നേരത്തെ ഹരീന്ദ്രൻ പറഞ്ഞത് ഓരോ ഹിന്ദു സഖാവും ഉറക്കെ ചോദിക്കണമെന്നുള്ളതാണ്. അതതിലെ രാഷ്ട്രീയമായിട്ട് എടുക്കാമെങ്കിലും ഈ കേസ് കെട്ടിച്ചമർച്ചതാണ് എന്ന് ചില കാര്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ആർ വി ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവുക? ഇതിപ്പോൾ CPM BJP അല്ലെങ്കിൽ CPM സംഘപരിവാർ കൂട്ടുകെട്ടിന്റെ കേസായി മാത്രം കാണാൻ പറ്റുമോ? ഇതിപ്പോൾ കണ്ണവത്തെ മറ്റൊരു കേസിനെ കുറിച്ചാണ് ആർ വി ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. സ്മൃതി, ഇവിടെ സംഘപരിവാർ പ്രതിനിധി പറഞ്ഞത് നമ്മളെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. സംഘപരിവാറിനെ കുറിച്ച് നമുക്ക് അത്തരം പ്രതീക്ഷകളുമില്ല. ഈ കേസിൻ്റെ, പാലത്തായി കേസിൻ്റെ ഓരോ നാൾ വഴികളും വസ്തുതകളും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ആദ്യത്തെ അറസ്റ്റ് തന്നെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഒരു മാസം കഴിഞ്ഞാൽ. ആ അറസ്റ്റ് ചെയ്യുമ്പോൾ പോക്സോ വകുപ്പുകൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ വലിയ ജനകീയമായ പ്രക്ഷോഭവും സമ്മർദ്ദത്തിന് ശേഷമാണ് പോക്സോ വകുപ്പുകൾ ഉൾച്ചേർത്ത് അതിന് തയ്യാറായത്. തുടക്കം മുതലേ ഇതിനെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗൺസിലർമാരടക്കം അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. കോടതി വിധിയിൽ നിന്നത് വ്യക്തവുമാണ്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച്, കേസിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് ഞാനൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഇത് കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യമാണെന്നേ. അപ്പോൾ സംഘപരിവാർ പ്രതിനിധി അദ്ദേഹം സ്വാഭാവികമായും സംഘപരിവാറുകാരനായ പ്രതിനിധിയെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നു എന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, അമ്പരപ്പിക്കുന്നത് എന്താ? CPM സ്റ്റാൻഡാ. CPM നേതാവ് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ഹരീന്ദ്രൻ എന്താണ് പറഞ്ഞത്? നാളെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവും സ്വീകരിക്കാത്ത സമീപനമാണെന്ന് അദ്ദേഹം സ്വീകരിച്ചത്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് BJPക്കാർ പോലും സംഘപരിവാറുകാർ പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ പോക്സോ കേസിലെ പ്രതി ഹിന്ദു ആയതുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന ഇത്തരം ഒരു ശബ്ദം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളിൽ മദ്രസകളിൽ പീഡനങ്ങൾ നടക്കുന്നില്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കാത്തത്? ഞാനൊരു കാര്യം മാത്രമാണ് സ്മൃതിയോട് പറയുന്നത്. ഇങ്ങനെ മുസ്ലിങ്ങൾ ക്രൈം ചെയ്ത ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കി രംഗത്ത് വന്നിട്ടുണ്ടോ? ഇത് വളരെ അതിഗുരുതരമായ ആരോപണമാണ്. ഹിന്ദു ആയതുകൊണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു പോക്സോ കേസിലേക്ക് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നു. രണ്ടാമത്തേത്, അതിൽ ആ പ്രസംഗത്തിൽ പറയുന്നത് പ്രതിഭാഗത്ത് നിൽക്കുന്നവൾ ഹിന്ദു ആയതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും SDPയും ഈ കേസ് ഏറ്റെടുത്തതെന്നുള്ളതാണ്. അല്ല എങ്കിൽ, അങ്ങനെയല്ലാത്ത കേസുകളിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ലീഗ് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ കണ്ണവത്തെ മറ്റൊരു കേസ് ഇപ്പോൾ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചല്ലോ. അത്തരം കേസുകൾ ഏറ്റെടുക്കാതെ അപ്പുറത്ത് ഭൂരിപക്ഷം സമുദായത്തിന്റെ ആളായതുകൊണ്ട്, ഹിന്ദു ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്, ഹിന്ദു ആയതുകൊണ്ട് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് പോയത്. ഇതാണ് ആ വാചകം. ഇനി അങ്ങ് പറഞ്ഞോളൂ. അല്ല, സ്മൃതി പറഞ്ഞ പച്ചയ്ക്ക് പറയലാണെന്ന് പ്രശ്നം. അദ്ദേഹം പറയുന്നത് എന്താ? ഹിന്ദു ആയതുകൊണ്ട് ഈ പറയുന്ന ആൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഈ പ്രതി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മതം കാരണമാണ്. ഇത് കുറേ കാലമായി സംഘപരിവാർ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വിഷം കലർത്താൻ ഉപയോഗിച്ച വാചകങ്ങളല്ലേ? അത് മാത്രമല്ല, താങ്കൾ തന്നെ എടുത്തു ചോദിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകൾ, അത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ സംഘപരിവാറിൻ്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ ഇത് ആവർത്തിച്ചാൽ സംഘപരിവാറിന് വടി കൊടുക്കുന്ന BJPക്ക് വഴിയൊരുക്കുന്ന സമീപനമല്ല CPM സ്വീകരിച്ചത്. ഇത് കേവലം ഒരു കേസിൽ ഒതുങ്ങുന്ന കാര്യമല്ല സ്മൃതി. ഇത് കേരളത്തിൻ്റെ സാമൂഹിക ശരീരത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രസ്താവനയാണ് CPM നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസ്താവനകളൊക്കെ പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ ജീവിതം പറഞ്ഞ് റദ്ദ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ? രണ്ട് കാര്യങ്ങൾ. അത് കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ ഒന്ന്, ഹിന്ദു ആയതുകൊണ്ട് ഇവിടെ ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. മുസ്ലിം ക്രൈം ചെയ്താൽ മുസ്ലിങ്ങൾ സംരക്ഷിക്കുന്നു. ഇത് സംഭവിക്കുന്നത് ഈ പറയുന്നത് ഗുജറാത്തിലോ UPയിലോ ആണോ? അത് പറയുന്നത് ഏതെങ്കിലും BJPയുടെ നേതാവാണോ? ഈ പറയുന്നത് CPMൻ്റെ നേതാവ്, ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞാൽ പുരോഗമന ഇടതുപക്ഷ കേരളത്തിലാണ്. ഇതിന് കൃത്യമായി CPM വിശദീകരിക്കേണ്ടി വരും. എത്ര വിശദീകരിച്ചാലും CPMനെ കുറിച്ച് രാഷ്ട്രീയമായി നഗ്നമാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ കൃത്യമാണ്. ഈ കേസിൻ്റെ, ഞാൻ സംഘപരിവാർ പ്രതിനിധി പറഞ്ഞ കേസിനകത്ത് ആസൂത്രിതമായി 10 വയസ്സുള്ളൊരു പെൺകുട്ടി രാഷ്ട്രീയമായി BJPയോട് പക തീർക്കാൻ നിന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ?
അതിൽ വരുന്ന വളരെ BJP നേതാക്കന്മാർ അധ്യാപകരായി എത്രയോ സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പത്മരാജനെ മാത്രം നോട്ട് ചെയ്ത് BJPയോടുള്ള പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ പക തീർത്ത് കളയാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കരുവാക്കി ഇവിടെ കേസെടുക്കുക. നമ്മളിതിൻ്റെ അത്ഭുതപ്പെടുത്തേണ്ടത് എന്താ? ഒരു അച്ഛനെതിരെ അച്ഛൻ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞ് അമ്മ മൊഴി കൊടുത്താൽ പോക്സോ കേസെടുക്കുന്ന നാട്ടിലാണ് നമ്മൾ. ആ നാട്ടിലാണ് 1 മാസമായി ഒരു അധ്യാപകനെതിരെ മൊഴി കൊടുത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല, പോക്സോ വകുപ്പുകൾ ചേർക്കുന്നില്ല. അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചത് ഈ പത്മനാഭന് വേണ്ടിയിട്ടാണ്. ഇവിടെ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു, ഡിവോഴ്സ് കേസുകളിൽ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പോലും പോലീസ് ഈ പറയുന്ന സ്ത്രീയുടെ മൊഴി, അമ്മയുടെ മൊഴി ഒക്കെ പ്രാഥമികമായി കണക്കിലെടുത്ത് പോക്സോ വകുപ്പുകൾ ഇടുക. ഇവിടെ ഒരു അധ്യാപകനെതിരെ അത്ര മൊഴി വന്നിട്ടും ഈ കാലതാമസം എന്താ? വളരെ തുടക്കം മുതൽ ഈ പത്മരാജനെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഒരു സിസ്റ്റം മുഴുവൻ പത്മരാജന് വേണ്ടി നിലവിലുള്ള കൗൺസിലർമാർ, അതുപോലെ കോടതിയിൽ വാദിച്ച ആളുകൾ, ഈ പറയുന്ന DYSP അടക്കം ഒരു സംവിധാനം മുഴുവൻ. ഇത് വളരെ കൃത്യമായി കേരളത്തിലെ ഭരണത്തിൽ RSSന്റെ ഡീപ് സ്റ്റേറ്റ് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണെന്നേ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.